1-ാം വാക്യം, കൂടാരമായി നമ്മുടെ ഭൗതിക ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യൊരു ഭവനം ദൈവത്തിന്റെ ദാനമായി കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ടല്ല, നഗ്നരായിട്ടുമല്ല, ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിലും സ്വർഗീയമായി ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിക്കാൻ വാഞ്ചിക്കുന്നു. ദൈവമക്കൾ ഓർക്കണം, നമ്മൾ ദൈവത്തെ വിളിച്ച് വേർതിരിച്ചത് വെറുതെയല്ല, ദൈവവചനം കേൾക്കുന്നത് വെറുതെയല്ല, ദൈവവചനം വായിക്കുന്നത് വെറുതെയല്ല, ദൈവജനത്തിൽ ആശ്രയിക്കുന്നത് വെറുതെയല്ല. എന്താണ്? നമുക്ക് ഈ ലോകം ശാശ്വതമല്ല. നമുക്കൊരു കൂടാരം പണിയുന്നുണ്ട് നമ്മുടെ പിതാവാൻ ദൈവം. ഞാൻ പോകുന്നത് നല്ല, ഞാൻ പോയാൽ നിങ്ങളുടെ മേൽ എന്നേക്കുമിരിക്കുന്ന പരിശുദ്ധാത്മ കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ആ കാര്യസ്ഥൻ നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ്, ഉറപ്പ് നമുക്കുള്ളത് കൊണ്ടാണ്, ആ വചനത്തിൽ ഹല്ലേലൂയ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. എന്താണ്? കൂടാരമായി നമ്മുടെ ഭൗതിക ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യമായ ഭവനം ദൈവത്തിന്റെ ദാനമായി കെട്ടിടം നമുക്ക് സ്വർഗത്തിലുണ്ട്. അപ്പൊ ഇവിടെ സ്വർഗത്തിലെ ഹല്ലേലൂയ ദൈവ മക്കളെ ഓർക്കുക, അനേകർക്ക് ഭവനമില്ലാതെ ദുഃഖിക്കുന്നവരുണ്ട്, അനേക നല്ല ഹല്ലേലൂയ ഉന്നതമായ ഭവനങ്ങൾ വെച്ച് ജീവിക്കുന്നവരുണ്ട്, അനേക കോടീശ്വരന്മാരുടെ ഇടയിലായിരിക്കും ദൈവമക്കളും ദൈവജനവും താമസിക്കുന്നത്, അവരുടെ കുഞ്ഞുങ്ങൾ താമസിക്കുന്നത്. അവരെ പോലെയൊക്കെ ഒന്ന് നമുക്ക് ഹല്ലേലൂയ എന്താണ് സന്തോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്. ആ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഞരക്കങ്ങളാലും പ്രയാസങ്ങളാലും പ്രതികൂലങ്ങളാലും പ്രതിസന്ധികളും നമ്മൾ അകർന്നു പോകാതിരുന്നതും നമ്മൾ തളർന്നു പോകാതിരുന്നതും നമുക്ക് ഈ ലോകം ശാശ്വതമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം 5-ാം അധ്യായത്തിന്റെ തന്നെ 20-ാം വാക്യം പറഞ്ഞത്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളെ ദൈവത്തോട് നിരന്നുകൊള്ളുവിന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. അപ്പൊ ദൈവമക്കളെ, എന്താ ഈ ആൾക്കാരെല്ലാം സുവിശേഷം പറയുന്നത്, എല്ലാവരും സാക്ഷ്യം പറയുന്നത് വെച്ചാൽ ദൈവത്തിന് പകരക്കാരായി നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവജനമായത് കൊണ്ടാണ്. നമുക്ക് ലോകത്തിൽ ഹല്ലേലൂയ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ലോകത്തെ ഞാൻ ജയിച്ച കർത്താവിന്റെ പാത പിന്തുടരുന്നത് കൊണ്ടാണ്. ക്രിസ്തു നാമുമായുള്ള ഒരു ബന്ധം വലിയതായത് കൊണ്ടാണ്. കാരണം ക്രിസ്തു പോയപ്പോൾ നമ്മളോട് പറഞ്ഞ, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാൽ നിങ്ങളുടെ മേൽ എന്നേക്കും പരിശുദ്ധാത്മ കാര്യസ്ഥനെ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് വരും. അതിനാൽ അങ്ങനെ വരുന്നതായ വചനം അല്ലത്തിന്റെ വാഗ്ദത്തമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ആ ക്രിസ്ത്യാനി ഒരിക്കലും ക്രിസ്തുവിനെ ഉള്ളിലുള്ളവർ, ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ, ക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്നവർ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, ക്രിസ്തുവെ ആശ്രയിക്കുന്നവർ ഒരിക്കലും ഇടറിപ്പോകില്ല. അവരുടെ ജീവിതത്തിൽ ഒന്നും വരില്ല എന്നല്ല, അവരുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകൾ വരും, ഒരുപാട് പ്രതികൂലങ്ങൾ വരും. എന്നാൽ അവിടെയൊക്കെയും നമ്മൾ എന്ത് ചെയ്യും? അവിടെയൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കണം. ദൈവത്തിന്റെ ഹല്ലേലൂയ അവസാന നിമിഷം വരെയും അവസാനത്തോളം സഹിച്ചിരുന്നതിന് രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ദൈവമക്കളെ ഓർക്കേണ്ട ഒരേ കാര്യം എന്താണ്? ശാസ്ത്രിമാരും പരീക്ഷകന്മാരും നമ്മളെ തകർക്കുന്നത് പോലെ തന്നെ ഇന്ന് അനേക വ്യക്തികൾ ദൈവജനത്തിനെതിരായി, ദൈവനാമത്തിനെതിരായൊക്കെയും, ദൈവദാസന്മാർക്കെതിരായി, ദൈവവേലകൾക്കെതിരായൊക്കെയും അനേക കാര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നുണ്ട്. എന്നാൽ ലൂക്കോസ് വിശേഷത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള കാര്യം, ആ സ്ഥാനത്ത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് ഞാൻ ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയില്ലാത്തൊരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ട്. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ തന്റെ അടുക്കൽ വന്ന്, എന്റെ പ്രതിക്രിയ ചെയ്ത് രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. ദൈവമക്കൾ ഓർക്കണം, വിധവമാർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ദൈവം കൊടുത്തിട്ടുണ്ട്. അവരുടെ അപേക്ഷയ്ക്ക് മറുപടി ദൈവം കൊടുക്കും. അനാഥർക്ക് ദൈവം അനേക വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദൈവവചനം നമ്മൾ ഹല്ലേലൂയ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുവാനല്ല, ആ വചനം വായിച്ചിട്ട്, വചനത്തിൽ ദൈവം സത്യവേദ പുസ്തകമെന്ന ദൈവത്തിന്റെ വചനത്തിൽ അത് സത്യമാണത്. അതിൽ ആശ്രയിക്കുന്നത് നിങ്ങളും ഞാൻ ഒരിക്കലും ഇന്ത്യയില ഹല്ലേലൂയ നശിച്ചു പോകത്തില്ല, തളർന്നു പോകത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല, ഇടറിപ്പോകത്തില്ല. അല്പകാലം കഷ്ടം. അതുകൊണ്ടാണ് അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, സ്വർഗുരമാണ് എൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. കഷ്ടത മാത്രമാണ് നമുക്ക് ഈ ഭൂമിയിലുള്ളത്. എന്നാൽ കഷ്ടങ്ങളിൽ വിടുവിച്ച്, കഷ്ടതയിൽ കൂടി നമ്മളെ രക്ഷിച്ച് ജീവൻ തന്ന് നമുക്ക് സ്വർഗരാജ്യം ഒരുക്കിയ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അതിൻ്റെതായ ഇരട്ടി അനുഗ്രഹവും സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ഈ ദൈവം എന്നും എന്നേക്കും നമ്മളുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി, ഞാൻ എല്ലാ നാളും നിന്നോട് കൂടിയുണ്ട്, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവം, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ വിടുവിക്കും, എൻ്റെ ബലമുള്ള കരങ്ങൾ കൊണ്ട് നിന്നെ കാണും.
ഈ ദൈവിക ആലോചന ദൈവമക്കളുടെ മേൽ ഹല്ലിൽ പകർന്നു തരുവാൻ കർത്താവായ യേശുക്രിസ്തു എന്നിൽ കനിഞ്ഞ കൃപയ്ക്കായി സ്തോത്രം. ആ ദൈവത്തെ ഞാൻ ഇന്നും എന്നേക്കും അവൻ എൻ്റെ ദൈവവും പിതാവുമായവനെ സ്തുതിപ്പാനും എന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് ഞാൻ ആ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു.